ശ്രീപത്മനാഭൻ, ഈ തഹാവൂർ റാണ എന്ന് പറയുന്നത് ഒരു ചെറിയ മീനല്ല. മുംബൈ ഭീകരാക്രമണത്തിലാണ് അയാളെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്, ഭാരതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി പലതും പുറത്തു വരും, ഒട്ടേറെ വിവരങ്ങൾ നമുക്ക് പുറത്തു വരാനുണ്ട്. ഒപ്പം കേരളത്തെ സംബന്ധിച്ച വിവരങ്ങൾ കൂടി പുറത്തു വരാനുണ്ട് എന്നത് കേൾക്കുമ്പോഴാണ് നമ്മൾ എത്രയോ വലിയ ഒരു അപകട സന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയപ്പെടേണ്ടത്. ഇനി എന്താണ് NIA-യിൽ നിന്നും നാം പ്രതീക്ഷിക്കുന്നത്? ഞാൻ സ്വല്പ ചരിത്രം പറയാം. ഓക്കെ. 2004-2005 കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി. അതായത് ആ കാലത്ത് ആന്ധ്രാപ്രദേശ് ഭരിക്കുന്നത് YS രാജശേഖർ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരാണ്. മഹാരാഷ്ട്ര ഭരിക്കുന്നത് NCP കോൺഗ്രസ് ഗവൺമെന്റ് ആണ്. ആ ഒരു ദിവസം ആന്ധ്രാപ്രദേശിൽ നിന്നും മഹാരാഷ്ട്ര പോലീസിന് അവരുടെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഉണ്ട്, ATS, അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. ആന്ധ്രാപ്രദേശിൽ നിന്നും 2 പേർ തീവ്രവാദികൾ എന്ന് സംശയിക്കുന്നവർ മഹാരാഷ്ട്രയിലേക്ക് കടന്നിട്ടുണ്ട്. ആ വിവരം കിട്ടി മഹാരാഷ്ട്ര പോലീസ് അത് അന്വേഷിച്ച് മനസ്സിലാക്കുമ്പോഴേക്കും അവർക്ക് കിട്ടിയ വിവരം, ഈ 2 പേർ പൂനെയിലെത്തി, പൂനെയിൽ നിന്നും ഒരു കാറ് വിളിച്ച് ഒരു പെൺകുട്ടിയെയും കൂട്ടി അവർ ഗുജറാത്തിലേക്ക് കടന്നു എന്ന് വിവരം കിട്ടി. ഉടനെ ഈ വിവരം ഗുജറാത്ത് പോലീസിനെ മഹാരാഷ്ട്ര പോലീസ് അറിയിക്കുകയാണ്. അങ്ങനെ ഗുജറാത്ത് പോലീസ് ഈ കാറിനായി കാത്തു നിൽക്കുകയാണ് ബോംബെയിൽ നിന്നുമുള്ള അഹമ്മദാബാദിലേക്കുള്ള ഹൈവേ. അങ്ങനെ അവർക്ക് ഏതാണ്ട് സൂചന കിട്ടിയ അടിസ്ഥാനത്തിൽ വന്ന കാറിന് അവർ കൈകാണിക്കുന്നു. കാർ നിർത്തുന്നില്ല. ഗുജറാത്ത് പോലീസ് വെടിവെക്കുന്നു. വെടിവെപ്പിൽ ഒരു സ്ത്രീയും 3 പുരുഷന്മാരും മരിക്കുന്നു. മരണപ്പെട്ടതിന് ശേഷം നടത്തിയ പരിശോധനയിലും അന്വേഷണത്തിലും മനസ്സിലാവുന്നു മരണപ്പെട്ട സ്ത്രീ ഇസ്രത് ജഹാൻ ആണ്. അവർ മുംബൈ സ്വദേശിയാണ്. ഡ്രൈവർ പ്രാണേഷ് കുമാർ എന്ന മലയാളിയായ പൂനെയിൽ സെറ്റിൽ ചെയ്ത ആളാണ്. ഇത് അവിടെ മനസ്സിലാക്കുകയാണ്. ബാക്കി 2 പേരെ പറ്റി യാതൊരു വിവരവും കിട്ടുന്നില്ല. അതിനുശേഷം ഇവിടെ നടന്നത് എന്താ? ഇസ്രത് ജഹാനെ വ്യാജ ഏറ്റുമുട്ടലിൽ BJP സർക്കാർ കൊന്നു, ഗുജറാത്തിൽ കൊന്നു. പ്രാണേഷ് കുമാറിനെ കൊന്നു. ഇതായിരുന്നു ഇവിടെ പ്രചരണം. ഇവിടെ കേരളത്തിലെ ഒരു കവിയത്രി, ഞാൻ അവരെ പേര് പറയുന്നില്ല, കാരണം അത്രയ്ക്കൊന്നും മഹത്വം നമ്മൾ കൊടുക്കണ്ട, പേര് ചാനലിൽ വിളിച്ചു പറഞ്ഞിട്ട്. അവര് കവിത എഴുതി, ഇസ്രത് ജഹാന്റെ എന്ന മാലാഖയ്ക്ക് വേണ്ടി കവിത എഴുതി. നോക്കൂ, ഈ മറ്റ് 2 ആളുകൾ ആരാന്നറിയാൻ കേന്ദ്ര സർക്കാർ അന്വേഷണം തുടങ്ങി. അവർ കാശ്മീരിലെ പത്രങ്ങളിൽ പരസ്യം ചെയ്തു. ഒരു കുട്ടി പോലും ഈ 2 ആൾക്കാരുടെ ഫോട്ടോ കണ്ട് തിരിച്ചറിഞ്ഞില്ല. പിന്നീടാണ് മനസ്സിലാക്കിയത് ആ 2 പേർ പാക് അധിനിവേശ കാശ്മീരിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന തീവ്രവാദികളായിരുന്നു. ആന്ധ്രാപ്രദേശ് പോലീസിന്റെ നിഗമനം കറക്റ്റായിരുന്നു. അതിനുശേഷം ഈ ബോംബെ സംഭവം ഉണ്ടാവുന്നു. മുംബൈ സംഭവം ഉണ്ടായതിനു ശേഷം ഇപ്പോഴത്തെ നമ്മുടെ റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥൻ ലോക്നാഥ് ബെഹ്റ, ഇദ്ദേഹം കേരളത്തിലെ DGP ആവുന്നതിന് തൊട്ടു മുമ്പ് ഇദ്ദേഹം NIA-യിലായിരുന്നു. അദ്ദേഹം ന്യൂയോർക്കിൽ പോയി ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത് ഇസ്രത് ജഹാൻ ഒരു ലഷ്കർ-എ തോയ്ബയുടെ മോഡ്യൂൾ ആയിരുന്നു. ഇസ്രത് ജഹാൻ വാസ് എ മോഡ്യൂൾ ഓഫ് ലഷ്കർ-എ തോയ്ബ എന്ന് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി പറഞ്ഞിരുന്നു. ആ ലഷ്കർ-എ തോയ്ബയ്ക്ക് വേണ്ടി കേരളത്തിൽ കവിതകൾ എഴുതി. ഈ മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് എന്താ? NCP നേതാക്കന്മാർ, MLA-മാരടക്കം ഇസ്രത് ജഹാന്റെ വീട്ടിലേക്ക് തീർത്ഥയാത്ര നടത്തി. എന്നിട്ട് അവരെ എന്തോ ഒരു പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടിയെ BJP സർക്കാരിന്റെ പോലീസ് വെടിവെച്ച് കൊന്നു എന്നൊക്കെ പറഞ്ഞു വരുത്തി. ഇങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു അന്തരീക്ഷം. ആ അന്തരീക്ഷത്തിലാണ് രാജ്യം മുഴുവൻ തീവ്രവാദി ആക്രമണങ്ങൾ നടന്നത്. ഡൽഹിയിൽ 2-3 ആക്രമണങ്ങൾ നടന്നു, ജയ്പൂരിൽ നടന്നു, ഹൈദരാബാദിൽ നടന്നു. ഹൈദരാബാദിൽ ചെയ്തവരെ ഇന്നലെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. മാലേഗാവിൽ നടന്നു, ആസാമിൽ നടന്നു, അയോധ്യയിൽ നടന്നു, വാരാണസിയിൽ നടന്നു, ഉത്തർപ്രദേശിലെ കോടതികളിൽ നടന്നു. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലും കോഴിക്കോട് സ്വകാര്യ ബസ് സ്റ്റാൻഡിലും ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായി. ഇന്ത്യ മുഴുവൻ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായി. ഇതിന്റെ ഒരു വലിയ പരിസമാപ്തി അല്ലെങ്കിൽ അവസാനത്തെ ഒരു ഇതെന്ന നിലയിലാണ് ബോംബെയിൽ തീവ്രവാദി ആക്രമണം നടന്നത്.
ആ തീവ്രവാദി ആക്രമണത്തിന് മുമ്പ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ബോംബെയിൽ വന്നു, പൂനെയിൽ വന്നു. പൂനെയിൽ ഒരു 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 പ്രശസ്തമായ ഹോട്ടലിൽ ബോംബ് സ്ഫോടനവും അക്രമവും നടന്നിരുന്നു. അത് പ്ലാൻ ചെയ്തു. മുംബൈ പ്ലാൻ ചെയ്തു. തഹാവൂർ ഹുസൈൻ റാണ കൊച്ചിയിൽ വന്നു. അവർ കൊച്ചിയിൽ ആക്രമിക്കാൻ പ്ലാൻ ചെയ്തിരുന്നു. കാരണം ബോംബെ പോലുള്ള സമാനമായ ഒരു പ്രദേശമാണ്, കടലിലൂടെ വന്ന് കയറാം. അവിടെ കൊച്ചി ആക്രമിക്കാൻ പ്ലാൻ ഇട്ടു. ഇങ്ങനെ ഈ രാജ്യത്ത് ആകമാനം അരാജകത്വവും അക്രമവും അഴിച്ചുവിടാനും ഈ രാജ്യത്തെ നശിപ്പിക്കാനും വേണ്ടിയുള്ള പദ്ധതികൾ ആ കാലഘട്ടത്തിൽ വളരെ സുഖകരമായ രീതിയിൽ നടന്നിരുന്നു. അതിന്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് രാജ്യത്ത് ആകമാനം ബോംബ് സ്ഫോടനങ്ങളും തീവ്രവാദി ആക്രമണങ്ങളും നടന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അക്രമമാണ് ബോംബെ ആക്രമം. ആ ബോംബെ ആക്രമണം നടന്നത് 2008 നവംബർ മാസത്തിലാണ്. ഒരാളെ പോലും വിദേശത്ത് നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനോ ഇവിടേക്ക് എത്തിക്കാനോ സാധിച്ചിരുന്നില്ല. ആകെ സാധിച്ചത് 2005 കൊണ്ടുവന്ന പോർച്ചുഗലിൽ നിന്നും കൊണ്ടുവന്ന അബു സലീമിനെയാണ്. അത് ഏതാണ്ട് 2004 വാജ്പേയി സർക്കാർ പോകുന്നതിന് മുമ്പ് ആ കാര്യങ്ങളൊക്കെ പോർച്ചുഗീസ് സർക്കാരുമായി ഏതാണ്ട് ചർച്ച ചെയ്ത് തീരുമാനമായതാ. അതാണ് പിന്നീട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോ കിട്ടിയത്. ഇവിടെ ഈ കഴിഞ്ഞ 10-11 വർഷത്തെ നിതാന്ത പരിശ്രമത്തിന്റെ ഫലമായി അവിടുത്തെ എല്ലാ കോടതിയിലും കേസ് കൂടേണ്ടി വന്നു. കാരണം അമേരിക്കയിലെ എല്ലാ കോടതിയിലും ഇവർ കേസ് കൊടുക്കും. മാത്രവുമല്ല, അമേരിക്കയ്ക്ക് ഒരു തകരാറുണ്ട്. അമേരിക്കയിലെ കോടതി വിധിച്ചിട്ടും കാര്യമില്ല. പ്രസിഡന്റ് നോ എന്ന് പറഞ്ഞാൽ നോ ആണ്. അയാൾക്ക് വീട്ടോ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇതോ എല്ലാ കടമ്പകളും കടന്ന് ഈ വിദ്വാനെ ഇപ്പോ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇനി ഇയാളെ കൊച്ചിയിൽ കൊണ്ടുവരും, ചോദ്യം ചെയ്യും. കൊച്ചിയിലും മറ്റ് സ്ഥലങ്ങളിലും പോയി ചോദ്യം ചെയ്യുമ്പോൾ ഇയാൾക്ക് ഇവിടുന്ന് സഹായം കിട്ടിയിട്ടുണ്ടോ, ഇയാൾക്ക് പ്രാദേശിക പിന്തുണ ഉണ്ടായിട്ടുണ്ടോ, ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. കാരണം ഇന്ത്യൻ മുജാഹിദാണ് ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇവിടെ തീവ്രവാദി ആക്രമണം നടത്തിയത്. അപ്പൊ അവരുമായി ബന്ധമുണ്ടോ, അത്തരത്തിലുള്ള എന്തൊക്കെയാണ് എന്നുള്ളത് പുറത്തു വരാൻ പോകുന്നു. അപ്പൊ ഏതായാലും വർഷങ്ങളുടെ ശ്രമഫലമായി നമ്മുടെ രാജ്യത്തിന് വലിയ ഒരു സംഗതി സാധിച്ചെടുക്കാൻ പറ്റിയിരിക്കുന്നു. പ്രധാനമന്ത്രിക്കും ഈ സർക്കാരിനും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അർപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. ഓക്കെ.